So how to realize logical gate using semiconductor device. Semiconductor device വെച്ചിട്ട് എങ്ങനെ റിയലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. So realization of mainly we are using transistor and diode. സത്യത്തിൽ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് സെമികണ്ടക്ടർ ഡിവൈസിനെ കുറിച്ച്, അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ഡയോഡിൻ്റെയൊക്കെ വർക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയോഡും ട്രാൻസിസ്റ്ററും എന്താണെന്നൊക്കെ ബേസിക് ഐഡിയ ഉള്ള കാരണം നമുക്ക് അത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പോർഷൻ ഞാൻ എടുത്ത് കഴിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ നമുക്കറിയാം ഡയോഡിൻ്റെയൊക്കെ വർക്കിംഗ്. ഓക്കെ, ഒരു ബേസിക് സെമികണ്ടക്ടർ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് അറിയാം. അതെന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിൽ ഇറ്റ് വിൽ കണ്ടക്ട് ആൻഡ് റിവേഴ്സ് ബയാസിൽ ഇത് കണ്ടക്ട് ചെയ്യില്ല. സോ സെമികണ്ടക്ടർ ഡയോഡിൽ ഒരു ആനോഡും ഉണ്ട്, ഇറ്റ്സ് എ കാഥോഡും ഉണ്ട്. സോ ദിസ് ഈസ് P റീജിയൻ, ദിസ് ഈസ് N റീജിയൻ. ഇറ്റ്സ് എ PN ജംഗ്ഷൻ ഡയോഡ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. സിംപ്ലി ഒരു PN ജംഗ്ഷൻ്റെ സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, when it is in forward bias it will conduct. ഫോർവേഡ് ബയാസിൽ അത് കണ്ടക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. ക്ലോസ്ഡ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ലാർജ് കറണ്ട് പോകും. എപ്പോഴാണ് ഫോർവേഡ് ബയാസ് ആവുന്നത്? ആനോഡിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും കാഥോഡിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും. അതായത് ആനോഡ് ഷുഡ് ബി പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും കൂടെ കിടന്ന് എപ്പോഴും നിർബന്ധമില്ല. ഇവിടെ ഒരു പ്ലസും ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ആനോഡ് ഷുഡ് ബി പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ് ആയിരിക്കും. ഇവിടെ ആനോഡിൽ ഒരു ഇപ്പോൾ ഒരു +10 വോൾട്ടേജ് കൊടുക്കുക, കാഥോഡിൽ ഒരു +5 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിലും ആനോഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇപ്പോൾ ആനോഡിൽ 0 കൊടുക്കുകയാണെങ്കിൽ കാഥോഡിൽ ഒരു -5 കൊടുക്കുകയാണെങ്കിലും ദിസ് ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. സോ ആനോഡ് ഷുഡ് ബി പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ് ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ വോൾട്ടേജ് ലെവലൊന്നും പറയുന്നില്ല. ആനോഡ് ഷുഡ് ബി പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ് ആയി കഴിഞ്ഞാൽ ദ ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. whenever the diode is in forward bias, the diode can be act as a closed switch ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ലാർജ് കറണ്ട് will start to flow from anode to cathode. Okay, like that we can have reverse bias. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡയോഡ് ഈസ് നോട്ട് കണ്ടക്ടിങ് കറണ്ട്. ഡയോഡിലൂടെ ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യില്ല. ദ ആനോഡ് ഷുഡ് ബി നെഗറ്റീവ് ബയാസ്, കാഥോഡ് ഷുഡ് ബി പോസിറ്റീവ്. ഓക്കെ, ഇത് വിത്ത് റെസ്പെക്ട് ടു മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു പൊട്ടൻഷ്യൽ പറയുന്ന പോലെ വിത്ത് റെസ്പെക്ട് ടു ഒരു ലെവൽ മാത്രമാണ് പറയുന്നത്. സോ എപ്പോഴും ഇത് പോസിറ്റീവ് ആവണമെന്നില്ല, എപ്പോഴും ഇത് നെഗറ്റീവ് ആവണമെന്നില്ല. ഓക്കെ, ആനോഡ് ഷുഡ് ബി നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ റിവേഴ്സ് ബയാസ് ആവാനായിട്ട്. ഓക്കെ, സോ ദിസ് കണ്ടീഷൻ ഈസ് ഡയോഡിൻ്റെ ഈ ബേസിക് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് while we realizing logical gates using diode. Okay, and also we can use the transistor. ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഡയോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെമികണ്ടക്ടർ ഡിവൈസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ട്രാൻസിസ്റ്റർ 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യുക. 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യും. ക്യാൻ ഹാവ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ ലീനിയർ റീജിയൻ ആണ്. ലീനിയർ റീജിയൻ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ആണ്. ആക്ച്വലി ട്രാൻസിസ്റ്റർ ഡിസ്കവർ ചെയ്തത് തന്നെ ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ഓപ്പറേഷൻ സംഭവിക്കുന്ന റീജിയനാണ് ആംപ്ലിഫിക്കേഷൻ. ബിക്കോസ് ആംപ്ലിഫിക്കേഷൻ ഒരു ലീനിയർ പ്രോസസ്സാണ്. ലീനിയർ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലീനിയർലി വേരിയേഷൻ അല്ലെങ്കിൽ ലീനിയർ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എങ്ങനെ വേരി ചെയ്യുന്നു അതിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യണം. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ ഒരു ലീനിയർ പ്രോസസ്സാണ്. നമ്മൾ
ഞാൻ സംസാരിക്കുന്ന സൗണ്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ സൗണ്ടിൻ്റെ അതേ സിഗ്നൽ അതേപോലെ തന്നെ ആംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അതൊരു ലീനിയർ പ്രോസസ്സാണ്. ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ അടുത്ത റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ്. സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം കറണ്ടാണ്. ആ ഡിവൈസിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ സാച്ചുറേറ്റ് ആയി എന്ന് പറയുക. ഓക്കെ, അതിൽ കൂടുതൽ ഒരു കറണ്ട് സാച്ചുറേഷൻ ലെവലിൽ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു കറണ്ട് ആ ഡിവൈസിലൂടെ പോകാൻ പറ്റില്ല. അതിനെ നമ്മൾ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് പറയുന്നത്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആ കറണ്ടിൽ കൂടുതൽ അതിന് മാക്സിമം പോകാൻ പറ്റുന്ന കറണ്ടാണ് സാച്ചുറേഷൻ റീജിയനിൽ എത്തുമ്പോൾ ഉള്ള കറണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഓഫ് ആയ റീജിയനെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിനെ ഓപ്പൺ സ്വിച്ച് എന്നും പറയാം. അതിലൂടെ കറണ്ട് പോകില്ല, ആ റീജിയനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യാൻ ഈ രണ്ട് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസേഷന് വേണ്ടിയിട്ട്. കാരണം ഓപ്പൺ സ്വിച്ചും ക്ലോസ്ഡ് സ്വിച്ചും ആക്റ്റീവ് റീജിയൻ ആംപ്ലിഫിക്കേഷൻ പർപ്പസിനല്ല. കാരണം നമുക്ക് എന്താണ്, നമ്മൾ സിഗ്നൽ സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ സീറോസ് ആകുമ്പോൾ നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് +5 വോൾട്ടേജ് കൊടുക്കുന്നെങ്കിൽ ഐദർ നമുക്ക് 0 വോൾട്ടേജ് കിട്ടണം അല്ലെങ്കിൽ +5 വോൾട്ടേജ് കിട്ടണം. +5 വോൾട്ടേജിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോജിക് 1 വെച്ചിട്ടാണ്. നമ്മളത് നോക്കും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്, റിവേഴ്സ് ബയാസിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ആൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഈ റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഈ രണ്ട് റീജിയൻ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ, അതായത് സ്വിച്ചിങ് ആപ്ലിക്കേഷനിലാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഇതിൻ്റെ ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത്. ഓക്കെ, ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് അപ്ലൈ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രാൻസിസ്റ്റർ സ്വിച്ച്. Consider a circuit. This is output voltage, this is +5 voltage, that is VCC voltage, and this is my V. There is a resistor here. This is RC, this is RP, this is the collector, this is the base, and this is the emitter. Okay, so ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടാണ് ഇതുള്ളത്. അപ്പോൾ എൻ്റെ ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, ഈ ബോക്സിൻ്റെ ഉള്ളിലിരിക്കും. സോ ഞാൻ കൊടുക്കുന്നത് ഈ വി ഇനും വി ഔട്ട് ആയിരിക്കും. ഈ വി എൻ ഷുഡ് ബി ലോജിക്കൽ സിഗ്നൽ ആണെങ്കിൽ ലോജിക് 1 ഓർ ലോജിക് 0 ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടേണ്ട ലോജിക് 1 ആൻഡ് 0 ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഇറ്റ് ഈസ് ആക്ട് ആസ് ആൻ ഇൻവെർട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇൻവെർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക, സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണ് നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നിൽ ലോജിക് 0 ആണ് അല്ലെങ്കിൽ ലോജിക് 1 ആണ്. അപ്പം ലോജിക് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വി ഔട്ടിൽ ലോജിക് 0 കിട്ടണം. ലോജിക് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ ലോജിക് 1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ 1 ആയിട്ട് ഞാൻ പറയുകയാണ്. കണ്ടീഷൻ 1, when I am applying V in as 0 voltage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക് 0 ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലോജിക് 0 കൊടുക്കുമ്പം എൻ്റെ ബേസിൽ ഇതാണ് ബേസിൽ 0 പൊട്ടൻഷ്യലാണ് കൊടുക്കുന്നത്. Whenever base is 0 potential, then this diode ഈ ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ട് ആസ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് കട്ട് ഓഫ് റീജിയൻ ഓപ്പറേഷനിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. കാരണം ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. ദിസ് ഇസ് ആൻ NPN ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ബേസിൽ whenever the base voltage is
is a negative potential or zero potential, or either I can say that VB is less than 0.7 voltage. ഈ 0.7 വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് ആണ്. കട്ട് ഇൻ വോൾട്ടേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ബേസ് എമിറ്റർ റീജിയനിൽ ഈസ് ലെസ് ദാൻ 0.7 വോൾട്ടേജ് ആണെങ്കിൽ ദിസ് ഡയോഡ് ഈസ് ഇൻ കട്ട് ഓഫ് റീജിയനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കട്ട് ഓഫ് റീജിയനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറും എമിറ്ററും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ്, ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, ദിസ് ഈസ് ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, കട്ട് ഓഫ് റീജിയനിലായിരിക്കുമ്പോൾ എന്താണ്, ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ഈ V0 ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് എന്താണോ ഈ +5 വോൾട്ടേജ് അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഈ +5 വോൾട്ടേജ് അതുപോലെ തന്നെ വി ഔട്ട് കിട്ടും. സോ ദ വി ഔട്ട് ഷുഡ് ബി +5 വോൾട്ടേജ് അറ്റ് ദാറ്റ് ടൈം. ഓപ്പൺ സ്വിച്ച് കണ്ടീഷനിലായിരിക്കും, ട്രാൻസിസ്റ്റർ ഓപ്പൺ സ്വിച്ച് കണ്ടീഷനിൽ വി ഔട്ട് ഈസ് +5 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ whenever I am applying logic 0 voltage in input, the output will be logic 1. This is the first condition. Okay, ഞാൻ ഒന്നുകൂടെ പറയാം. whenever V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ലെസ് ദാൻ 0.7 വോൾട്ടേജ് ആയിരിക്കും. കാരണം എമിറ്റർ 0 വോൾട്ടേജ് ആണ്, ഇവിടെ ബേസിലും 0 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. വി ബി ഈസ് ലെസ് ദാൻ, വി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ടു എമിറ്റർ വോൾട്ടേജ് ലെസ് ദാൻ 0.7 വോൾട്ടേജ് ആണ്. അതായത് വി ബിയിൽ ഒരു 0.7 വോൾട്ടേജിലും കൂടുതലുണ്ടെങ്കിലാണ് വി ബി 0.7 വോൾട്ടേജ്. കാരണം എമിറ്റർ ഓൾറെഡി ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വി ബി വോൾട്ടേജ് 0.7 കൂടുതലാണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ്, ഹൈലി പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അങ്ങനെ ഒരു ഹൈലി പോസിറ്റീവ് വോൾട്ടേജ് അല്ല, ലോജിക് 0 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കാരണം വി ബി 0 വോൾട്ടേജ് ആണ്. whenever വി ബി 0 വോൾട്ടേജ് ആണെങ്കിൽ കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ കട്ട് ഓഫ് റീജിയനിലാണ്. കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ +5 വോൾട്ടേജ് അത് തന്നെയായിരിക്കും വി ഔട്ട് കിട്ടുക. ഈ വോൾട്ടേജിന്, ഈ ഇതിലൂടെ കറണ്ടിന് ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് യാതൊരു വഴിയില്ല. അപ്പം ഈ വോൾട്ടേജ് തന്നെ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലോജിക് 1. This is the first condition. And in the second condition, condition 2, if I am applying logic 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ +5 വോൾട്ടേജ് ആണ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇൻപുട്ടിൽ ലോജിക് 1 അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻപുട്ടിൽ ലോജിക് 1 അപ്ലൈ ചെയ്യുമ്പോൾ വി ബി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ് ആയിരിക്കും. വി ബി is greater than 0.7 voltage. കാരണം എന്താ, ബേസിൽ ഇപ്പോൾ ഒരു +5 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്, എമിറ്റർ ഇപ്പോഴും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ വി ബി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ്. at that time this is in a saturation region. വി ബി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ് ആണെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലാണ്. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടറും എമിറ്ററും ഷോർട്ടാണ്. കളക്ടറും എമിറ്ററും ഷോർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഇത് ഔട്ട്പുട്ട് എടുക്കുന്ന കളക്ടറിൽ നിന്നാണ്. സോ കളക്ടർ എമിറ്റർ ഈസ് ഓൾറെഡി ഗ്രൗണ്ടഡ്. സോ ഇൻഎഫക്റ്റീവ്ലി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, +5 വോൾട്ടേജ് കളക്ടർ എമിറ്ററോടെ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. സോ എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇൻഎഫക്റ്റീവ്ലി കളക്ടറും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, എമിറ്റർ ഗ്രൗണ്ട് ചെയ്ത കാരണം. whenever this is in a saturation region. So in saturation region the transistor will be act as a closed switch. Because of the emitter is grounded, collector is in effect ground. So the output voltage will be logic 0. So V out is 0 voltage. That means logic 0. Okay. So from that we will know that whenever V in is 0, V out is 1. Whenever V in is 1,
Vout is 0. So this is just like a NOT gate. അപ്പോൾ ട്രാൻസിസ്റ്റർ എപ്പോഴൊക്കെ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്. സോ സിംപിളി ഒരു നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ സെറ്റപ്പ് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഎഫക്റ്റീവ്ലി ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്. ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് വി ഇൻ കൊടുക്കുന്നത്, ഇതാണ് വി ഔട്ട് എടുക്കുന്നത്. സോ ലോജിക് സർക്യൂട്ടിലാണെങ്കിൽ ഞാൻ എ കൊടുക്കുന്നു, ഇതിൽ നിന്ന് ബി എടുക്കുന്നു. എ 0 ആകുമ്പോൾ ബി എന്ന് കൊടുക്കണ്ട, നമ്മൾ സാധാരണ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് വൈ എന്നാണ്, ഔട്ട്പുട്ട് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ എയിൽ 0 കൊടുക്കുമ്പോൾ വൈയിൽ 1 ആവുന്നു, എയിൽ 1 കൊടുക്കുമ്പോൾ വൈയിൽ 0 ആവും. ഓക്കെ, hope you understood how to act as a how the transistor will be acting as a switch. അപ്പോൾ ട്രാൻസിസ്റ്റർ എപ്പോഴൊക്കെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു ഇറ്റ് വിൽ ബി ആക്ട് ആസ് ആൻ ഇൻവെർട്ടർ ആയിട്ട് ഡിജിറ്റൽ സർക്യൂട്ടിൽ പറയുമ്പം അത് ഇൻവെർട്ടർ ആയിട്ട് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ് ആയിട്ടാണ്, നോട്ട് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് വി ക്യാൻ റിയലൈസ് ഓർ ഗേറ്റ്. ഇപ്പോൾ നോട്ട് ഗേറ്റ് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നതെന്ന് ട്രാൻസിസ്റ്റർ കൊണ്ട് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ നോക്കി. നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആണോ? ഈ ഐഡിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാതിരിക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഓർ ഗേറ്റ് ആണ് നോക്കുന്നത്. കൺസിഡർ നമ്മളൊരു 2 ഡയോഡ് വെച്ചിട്ടാണ് ഓർ ഗേറ്റ് റിയലൈസ് ചെയ്യുന്നത്. നമുക്ക് ഡയോഡ് വെച്ചിട്ട് വേണമെങ്കിൽ റിയലൈസ് ചെയ്യാം, ട്രാൻസിസ്റ്റർ വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയോഡ് വെച്ചിട്ടൊന്ന് റിയലൈസ് ചെയ്ത് നോക്കാം. കൺസിഡർ വി ക്യാൻ ഹാവ് 2 diode, A, B is there. വൺസ് 1-2 സർക്യൂട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. കൺസിഡർ ദിസ് ഈസ് Y. സോ ഇത് ലോജിക് ഗേറ്റ് ആയ കാരണം A should be either A, B, Y is either logic 0 അല്ലെങ്കിൽ logic 1 ആയിരിക്കും. 0 0 0 1 1 0 and 1 1. Okay, so 1 represent logic 1, 0 represent ground or logic 0. Okay, initially A and B എന്ന് പറയുന്ന 0 0 കൊടുക്കുകയാണ്. 0 0 കൊടുത്തു കഴിഞ്ഞാൽ this is P, this is N, this is P, this is N. അപ്പോൾ 0 0 കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവിൽ, അതായത് പി റീജിയനിൽ 0 വോൾട്ടേജ് ആണ്, ഇവിടെയും ബിയിൽ പി റീജിയനിൽ 0 ആണ്. സോ ഇൻഎഫക്റ്റീവ്ലി ഡയോഡിൽ ബയാസിംഗ് ഒന്നുമില്ല. എൻ റീജിയനിൽ നമ്മൾ വേറെ ബയാസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇൻഎഫക്റ്റീവ്ലി ഈ ഡയോഡിൽ ബയാസിംഗ് ഒന്നുമില്ല. സോ ദിസ് ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് ഓപ്പൺ സ്വിച്ച്. സോ ഔട്ട്പുട്ട് ഈസ് ഓൾസോ 0. Whenever A is 0, B is 1. B is 1 means B is plus 5 voltage. So this diode will be act as a closed switch. Closed switch ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ, പിയിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തത്, എന്നിൽ 0 വോൾട്ടേജ് ആണ്. സോ this diode D1, this is D1 and this is D2. D2 diode is in closed switch. Whenever the D2 diode is a closed switch, this plus 5 voltage, logic 1 voltage will be reaches in the Y. ഔട്ട്പുട്ട് വോൾട്ടേജിലെത്തും. ക്രോസ് ആയിട്ട് റെസിസ്റ്ററിൽ ക്രോസ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സോ ദിസ് ലോജിക് 1 ഓൾമോസ്റ്റ് ആ പ്ലസ് 5 വോൾട്ടേജ് തന്നെ കിട്ടും. ഓക്കെ, 1 0 ദിസ് ഡയോഡ് D1 ഈസ് ക്ലോസ്ഡ് സ്വിച്ച്, D2 ഈസ് ഓപ്പൺ സ്വിച്ച്. സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ. സോ ലോജിക് 1. വെനെവർ ദിസ് ഈസ് ബോത്ത് ആർ ലോജിക് 1 പ്ലസ് 5 വോൾട്ടേജ്, രണ്ട് ഇതിനകത്തിലൂടെയും 5 വോൾട്ടേജ് വരുന്നുണ്ട്. 5 വോൾട്ടേജ് എന്ന് വെച്ചാൽ രണ്ടും ക്ലോസ്ഡ് സ്വിച്ച് ആണ്. സോ വി വിൽ ഗെറ്റ് എ ലോജിക് 1. 5 വോൾട്ടേജ് തന്നെ കിട്ടും. കറണ്ട് കൂടുതലായിരിക്കും എന്നുള്ളൂ, പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് 5 വോൾട്ടേജ് ആണ്. പാരലൽ സർക്യൂട്ട് ആണ്, 5 വോൾട്ടേജ് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ആക്ട് ആസ് എ ഓർ ഗേറ്റ്. ഹോപ്പ് യു ക്ലിയർ ദിസ് ഐഡിയ. സോ നമ്മൾ ഓർ ഗേറ്റ് പഠിച്ചു, നോട്ട് ഗേറ്റ് നോക്കി. So how to realize a NOT gate? Simply a NOR gate. NOR gate എങ്ങനെ റിയലൈസ് ചെയ്യും? NOR gate is nothing but OR gate
plus a NOT gate. Okay, so we can have an OR gate A and B, and this is simply given to a switch. This is OR and this is NOT. Okay, OR ചെയ്തിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NOR gate ആവും. Okay, hope you clear this idea. എങ്ങനെയാണ് ഇത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്? Okay, how to realize a NOR gate using transistor only? ട്രാൻസിസ്റ്റർ വെച്ചിട്ട് മാത്രം എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതൊക്കെയാണ് ഇനി ചലഞ്ചസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് വന്നിട്ട് അത് ഏത് ഗേറ്റിനെയാണ് ഇംപ്ലൈ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു NOR ഗേറ്റ് താഴത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് NOR ഗേറ്റിന്റെ സർക്യൂട്ട് എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, സോ the previous year is TFR question ആണ്. So the circuit implies which gate? ഏത് ഗേറ്റ് ആണ് ഈ സർക്യൂട്ട് ഇംപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. Plus VCC. So this plus VCC can be taken as plus 5 voltage. Okay, so this is the circuit. So you have to found the truth table. ആ ട്രൂത്ത് ടേബിൾ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ട്രൂത്ത് ടേബിളിലുള്ള സർക്യൂട്ട് ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് എഴുതുക. അപ്പോൾ 0 ഡിഫറെൻറ്റ് കണ്ടീഷൻ 0 1 1 0 ആൻഡ് 1 1 ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഇൻപുട്ട് കണ്ടീഷൻ. അതിൽ ഔട്ട്പുട്ട് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഗേറ്റ് ആണ് ഇത് റിയലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനീഷ്യലി വെൻ 0 condition both transistor is in cut off region. So both transistor is cut off region എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ both transistor ഓപ്പൺ ആയിരിക്കും. whenever both transistor ഓപ്പൺ ആണെങ്കിൽ എന്താണോ വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ് VCC അത് തന്നെയായിരിക്കും വി ഔട്ട്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 1. hope you clear. Whenever both transistor is in cut off region, both transistor is in switch open condition. So whatever the Vout is, this VCC is directly given to Vout. Then 0 1 means this transistor is in open circuit, but this transistor is a closed switch. Whenever this transistor acts as a closed switch, what will happen? There is a direct connection between this collector and this ground. അപ്പോൾ ഒരു ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് ഒരു പാത്ത് ഉണ്ട്. സോ ഇൻഎഫക്റ്റീവ്ലി വി ഔട്ട് എടുക്കുക 0-ൽ നിന്നായിരിക്കും, ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. സോ അറ്റ് ദാറ്റ് ടൈം ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0. ഓക്കെ, hope you clear. Then 1 0 condition, this transistor is open switch, this transistor is closed switch, so there is a direct connection to the ground. So at that time also the output is 0. Whenever this 1 1, both transistors act as a closed switch, so there is a direct ground path in both way. രണ്ടു വഴിക്കും direct ground path ഉണ്ട്. So the output voltage is 0. So Y is simply
A bar B bar. That means A plus B the whole bar. That means it's a NOR gate. Simply say NOR. Clear? ക്ലിയർ ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ എങ്ങനെയാണെന്നുള്ളത്? ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഞാൻ ഈ വരയ്ക്കുന്ന സർക്യൂട്ടൊക്കെ ഏത് ഗേറ്റിനെ ഇംപ്ലൈ ചെയ്യുന്നതാണെന്നാണ് ചോദിക്കുന്നത്. A, B, and output is Vout is taken from here. Okay, so we can have the truth table A, B, and Vout. Vout is just taken as Y. So 0, 0, 0, 1, 1, 0, and 1, 1. സോ നിങ്ങൾ തന്നെ നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരികയെന്നോ. ഇനീഷ്യലി 0, 0 ആണെങ്കിൽ ബോത്ത് ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ വാട്ട് ഈസ് Vout ഈസ് 0. VCCയിൽ നിന്ന് രണ്ടിനകത്തേക്കും കണക്ഷൻ ഇല്ല. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണെങ്കിൽ ഇത് ഓപ്പൺ ആണ്, ഇത് ഓപ്പൺ ആണ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0. ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. VCCയിൽ നിന്ന് ഒരു കണക്ഷൻ പോലും ഇല്ലാത്ത കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. ഇനി 0, 1 കണ്ടീഷനിലോ ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. സോ VCCയിൽ നിന്ന് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഔട്ട്പുട്ടിലേക്കുണ്ട്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 1. റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ എന്താണ് VCC, അത് തന്നെ നമുക്ക് Vout കിട്ടും. ഓക്കെ, ദെൻ 1, 0 ആണെങ്കിലോ ദർ ഇസ് എ ക്ലോസ്ഡ് പാത്ത് ഹിയർ, ദർ ഇസ് എൻ ഓപ്പൺ പാത്ത് ഹിയർ. സോ എന്താണ് VCC, അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. വെൻ 1, 1 ആണെങ്കിലോ there is a closed path here. So whatever the VCC, that current will be flow through both parallel connection, and output will be 1. So this is simply an OR gate. So this truth table is indicating OR gate. That means this circuit will be indicating an OR gate. Clear? Hope you clear this idea. If there is any doubt, please നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കാരണം ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3. Okay. Identify the gate. ഏത് ഗേറ്റ് ആണ് ഈ സർക്യൂട്ട് ഇംപ്ലൈ ചെയ്യുന്നതെന്ന്. ഓക്കെ, എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? whenever this is 0, 0, what happened? ഇവിടെ ഞാൻ 0 കൊടുത്തു, ഇവിടെ ഞാൻ 0 കൊടുത്തു. സോ D1
D2, both diode is in act as a open switch or closed switch. ഇവിടെ എപ്പോഴും +5 ആണ്. സോ P is +5 വോൾട്ടേജ്. ഇത് 0 ആണ്. ബോത്ത് ഡയോഡ് ഈസ് ഇൻ ക്ലോസ്ഡ് സ്വിച്ച് ബിക്കോസ് ബോത്ത് ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. ബോത്ത് ഡയോഡ് ഫോർവേഡ് ബയാസ് ആയ കാരണം ഇവിടെ P റീജിയനിൽ ബോത്ത് ഡയോഡിൻ്റെ P റീജിയനിൽ +5 വോൾട്ടേജ് ആണ്. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. N റീജിയനിൽ 0 ആണ്. ഈ N റീജിയനിൽ 0 ആണ്. ദിസ് ഡയോഡ് D1 ഈസ് ക്ലോസ്ഡ് സ്വിച്ച്, D2 ഈസ് ക്ലോസ്ഡ് സ്വിച്ച്. സോ D1 ഉം D2 ഉം ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ ഈ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഗ്രൗണ്ട് കൊടുക്കുന്ന പോലെയാണ്. സോ ദ ഔട്ട്പുട്ട് ഈസ് ഡയറക്റ്റ്ലി ടേക്കൺ ഫ്രം ഗ്രൗണ്ട്. എഫക്റ്റീവ്ലി ഔട്ട്പുട്ട് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന പോലെയാണ്. ക്ലിയർ? ദെൻ 0 1 കൊടുത്തു കഴിയുമ്പോഴോ 1 0 കൊടുത്തു കഴിയുമ്പോഴോ 1 1 കൊടുത്തു കഴിയുമ്പോഴോ ഈ കണ്ടീഷനിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്? നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേ. സീറോ വണ്ണിൽ എന്തായിരിക്കും? 0 1 പറഞ്ഞോ. ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ 0 0 ആണ് കൊടുക്കുന്നത് അല്ലേ? 0 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഗ്രൗണ്ട്, ദിസ് വിൽ ബി ഗ്രൗണ്ട് അല്ലേ? 0 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണ്. അറ്റ് ദാറ്റ് കണ്ടീഷൻ എന്താണ്? ഈ VCC D1ൻ്റെ P റീജിയനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ VCC D2ൻ്റെ P റീജിയനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ഡയോഡ് D1 ഉം D2 ഉം എന്ന് പറയുന്നത് രണ്ട് ക്ലോസ്ഡ് സ്വിച്ച് ആണ്. കാരണം എന്താ? ഫോർവേഡ് ബയാസിലാണ്. കാരണം P റീജിയനിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജും N റീജിയനിൽ 0 വോൾട്ടേജും ആണ് കൊടുത്തിരിക്കുന്നത്. സോ D1 ഈസ് ഫോർവേഡ് ബയാസ് ആൻഡ് D2 ഈസ് ഫോർവേഡ് ബയാസ്. Whenever D1 and D2 is forward bias, it will be act as a closed switch. ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വി ഔട്ട് എടുക്കുന്ന എഫക്റ്റീവ് ഈ രണ്ട് ഗ്രൗണ്ടിൽ നിന്നും എടുക്കുന്ന എഫക്റ്റ് ആണ് വി ഔട്ട് കിട്ടുള്ളൂ അല്ലേ? ക്ലിയർ ആയി? ഓക്കെ. ഇനി 0 1 കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ. സീറോ വൺ കൊടുക്കുമ്പോഴോ 0 1 +5 വോൾട്ടേജ്. സോ ദ ഡയോഡ് D2 ഈസ് ഓപ്പൺ സ്വിച്ച് ബിക്കോസ് എഫക്റ്റീവ്ലി D2ൽ ബയാസിംഗ് ഒന്നുമില്ല. കാരണം ഇവിടെ +5 വോൾട്ടേജ് ആണ്. ആൻസർ ദിസ് ഇസ് +5 വോൾട്ടേജ്. ഇവിടെ +5 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, ഇവിടെയും +5 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. D2 എന്ന് പറയുന്നത് ബയാസിംഗ് ഇല്ലാത്ത കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ബട്ട് D1 എന്ന് പറയുന്നത് ബയാസിംഗ് ഉള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ ദർ ഈസ് എ ഡയറക്റ്റ് ഗ്രൗണ്ട് പാത്ത് ടു ദി Vout. So at that time also this will be 0. And the 0 1 condition, this will be +5 voltage and this will be ground. And there is a direct ground. This diode D2 is closed switch, D1 is open switch. So there is a direct ground path. So the output is 0. And whenever this both diode is in +5 voltage, what happened? Both the diode is in open switch. So there is +5 voltage and ഈ വോൾട്ടേജ് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. So it will be like this. So what is Y? Y is AB. That is simply AND gate. Okay. Okay. Hope you clear this idea. എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ 0 വോൾട്ടേജ് കൊടുക്കുന്നു അതിനെ ഒരു ഗ്രൗണ്ട് ആയിട്ട് കൺസെപ്റ്റ് ചെയ്യുക. എവിടെയൊക്കെ +VCC എന്ന് പറയുന്നു അവിടെയൊക്കെ ഒരു +5 വോൾട്ടേജ് ആയിട്ട് കൺസെപ്റ്റ് ചെയ്യുക. ആ സമയത്ത് എങ്ങനെയാണ് ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്ന് നോക്കുക. ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആണോ ഓപ്പൺ സ്വിച്ച് ആണോ എന്ന് നോക്കുക. ഓക്കെ. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുക. ഓക്കെ. Then there is another problem that is Q4.
two transistors are connected in parallel. Sorry, so connected in series. This is a series connection. AB. Okay. സോ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗേറ്റ് റെപ്രസെൻറ്റേഷനിൽ ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങളാണ്. ഈ ഗേറ്റ് എന്താണെന്നാണ് ഇത് ഇംപ്ലൈ ചെയ്യുന്ന ഗേറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എ ബി ഇൻപുട്ട് ഉണ്ട്, വൈ ഔട്ട്പുട്ടും ഉണ്ട്. സോ യു ക്യാൻ ഹാവ് എ ബി ആൻഡ് വൈ. Can have different conditions 0 0 0 1 1 0 and 1 1 conditions. Okay, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക 0 0യിലും 0 1ലും 1 0യിലും 1 1ലും എന്താണ് സംഭവിക്കുക നോക്കുക. എന്തായിരിക്കും 0 0യിൽ സംഭവിക്കുക? In 0 0, this transistor is open, this transistor is open. So whatever the VCC that will be getting the output, that is 1. In 0 1, this transistor is open, this transistor is closed, but there is no use because this is series connection. So ഇവിടെ ഒരു ഓപ്പൺ കണ്ടീഷൻ ആണ്. സോ എന്താണ് VCC അത് തന്നെ VOT കിട്ടും. കാരണം എന്താ, ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ടൊരു പാത്തില്ല. 1 0യിലോ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആണ്, ബട്ട് ഇത് ഓപ്പൺ സ്വിച്ച് ആണ്. സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ what is VOT? VOT is VCC because VCCക്ക് ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് പാത്തൊന്നുമില്ല ആ സമയത്ത്. whenever there is 1 1 condition, this transistor T1 is in closed switch, T2 is act as a closed switch. Whenever T1 and T2 is closed switch, there is a ground path directly to this VOT. So at that time the output is 0. Okay. So what gate is this? This is simply an AND gate. AND ഗേറ്റിനെ ഒന്ന് ഇൻവെർട്ട് ചെയ്താണ്. AND ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 1 1 കണ്ടീഷനിൽ മാത്രം 1 ആവും, ബാക്കി എല്ലാ കണ്ടീഷൻ 0 ആവും. അതിനെ ഒന്ന് ഇൻവെർട്ട് ചെയ്ത ഗേറ്റ് ആണ് ദിസ് AND ഗേറ്റ്. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയല്ലോ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സർക്യൂട്ട് വേണമെങ്കിലും, ഈ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഏത് സർക്യൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ലൈക്ക് ദിസ് വി ക്യാൻ ഹാവ് CMOS ടെക്നോളജി വെച്ചിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സിമിലറാണ് CMOS ടെക്നോളജി വെച്ചിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം CMOS ടെക്നോളജി എന്ന് പറയുന്നത് NPN ഈ ട്രാൻസിസ്റ്ററുമായിട്ട് സിമിലർ ആണ്. അതിനകത്ത് നമ്മൾ 2 ടൈപ്പ് MOS ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. വൺ ഈസ് NMOS, another is PMOS. ലൈക്ക് NPN ആൻഡ് PNP ട്രാൻസിസ്റ്റർ പോലെ തന്നെ NMOS എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, PMOS എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. NMOS ഈസ് ലൈക്ക് സിമിലർ ടു NPN ട്രാൻസിസ്റ്റർ ആണ്. NMOSൽ ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ MOS ടെക്നോളജി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് ഗേറ്റ്, ദിസ് ഈസ് ഡ്രെയിൻ ആൻഡ് ദിസ് ഈസ് സോഴ്സ്. ലൈക്ക് ആൻ NPN ട്രാൻസിസ്റ്റർ. NPN ഈസ് ഈക്വലന്റ് ടു an NPN transistor. ഇതിനോട് ഈക്വലൻ്റ് ആണ്. NPNോട് വളരെ ഈക്വലൻ്റ് ആണ്. This is emitter, this is collector and this is base. Okay, so that means this collector is equivalent to drain, this source is equivalent to emitter and this gate is equivalent to base. Okay, അപ്പം എന്താണ് സംഭവിക്കുക? ഇതിനകത്ത്
ഈ എൻമോസിനകത്ത് എപ്പോൾ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഗേറ്റിനകത്ത് കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ അവിടെ +5 വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ ഈ NMOS will be act as a closed switch like ട്രാൻസിസ്റ്ററിൽ നമ്മൾ +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ട്രാൻസിസ്റ്റർ ഈസ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ NMOS ടെക്നോളജിയിൽ ഗേറ്റിൽ +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിൻ ആൻഡ് സോഴ്സ് D and S are closed. Act as a closed switch. ഡ്രെയിനും സോഴ്സും തമ്മിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ലൈക്ക് എന്താണ് നമ്മൾ NPN ട്രാൻസിസ്റ്ററിൽ പറഞ്ഞത് അത് തന്നെ. 0 വോൾട്ടേജ് ആണ് ഡ്രെയിൻ ആൻഡ് സോഴ്സ് ഈസ് ആർ ഓപ്പൺ. Very similar to NPN transistor. NPN transistor very similar. And in PMOS, it is equivalent to PNP transistor, and it is generally denoted as a bubbled representation. അപ്പോൾ എപ്പോഴൊക്കെ ബബിൾ ഉണ്ടോ അതിനർത്ഥം അത് PMOS ആണെന്നാണ്. So this is drain, this is source, and this is gate. അപ്പോൾ PMOSനകത്ത് ഞാൻ ഗേറ്റിൽ 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D and S ആർ ക്ലോസ്ഡ്. ഓപ്പോസിറ്റ് ആണ്. ഗേറ്റിൽ +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D and S ആർ ഓപ്പൺ. എക്സാക്ട്ലി ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഇതിനകത്ത് പറയും. Hope you clear this idea. അപ്പം NPN ട്രാൻസിസ്റ്ററിന് സിമിലർ ആണ് NMOS. PMOS എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ബബിൾ ഇട്ടുണ്ടോ അതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഗേറ്റിൽ 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനും സോഴ്സും ക്ലോസ്ഡ് ആണ്. +5 വോൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രെയിനും സോഴ്സും ഓപ്പൺ ആണ്. ഇതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കണ്ടീഷനിലാണ് ഇത് വരിക. സോ ഒരിക്കലും അത് മാറിപ്പോകരുത് നിങ്ങൾക്ക് NMOSും PMOSും തമ്മിൽ. NMOS ഈസ് ഈക്വൽ ടു NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ എപ്പോൾ +5 വോൾട്ടേജ് കൊടുക്കുന്നു അപ്പോൾ കളക്ടർ എമിറ്ററും ക്ലോസ്ഡ് ആണ്. ലൈക്ക് ദാറ്റ് NMOSിൽ ഗേറ്റിൽ +5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഡ്രെയിനും സോഴ്സും ക്ലോസ്ഡ് ആണ്. 0 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഡ്രെയിനും സോഴ്സും ഓപ്പൺ ആണ്. ബട്ട് PMOSിൽ 0 വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഡ്രെയിനും സോഴ്സും ക്ലോസ്ഡ് ആവുന്നത്. ഓക്കെ, ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ താഴ്ത്ത് വരയ്ക്കാൻ പോകുന്ന സർക്യൂട്ട് ഏത് ഗേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയണം. വി ക്യാൻ ഹാവ് +5 വോൾട്ടേജ്, AB, and this is a bubbled one, that means this is a PMOS AB, and I am taken the output across this Vout. So 0 0 0 1 1 0 and 1 1 condition, different condition എന്തായിരിക്കും. So these both are PMOS, this is also PMOS, and this is NMOS, this is also NMOS. Okay, and this AB is also given to this MOS. So എന്തായിരിക്കും 0 0 കണ്ടീഷനിൽ എങ്ങനെ വരും? When there is 0 0, this is PMOS, so this MOS is closed switch, this MOS is also closed switch. This is NMOS, so this is 0 0 means
these both are open. So this is closed, this is closed, and these two are open. That means this plus 5 voltage is came here, and this cannot flow to this ground because this NMOS and this NMOS is open. Clear ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ? അപ്പം എ ബിയിൽ 0 കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ഇത് പി മോസ് ആയ കാരണം ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. ഇത് NMOS ആയ കാരണം 0 കൊടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്. സോ ഇത് രണ്ടും ക്ലോസ്ഡ് ആയ കാരണം ഈ പ്ലസ് 5 വോൾട്ടേജ് ഇവിടെ എത്തി. ഇത് രണ്ടും ഓപ്പൺ ആയ കാരണം ഈ രണ്ട് പ്ലസ് 5 വോൾട്ടേജ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് പോകാൻ പാത്തില്ല. സോ വി ഔട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ. Then 0-1 condition this will be closed, this will be open. അപ്പോൾ ഈ പ്ലസ് 5 ഡയറക്റ്റ് ആയിട്ട് പാത്തൊന്നുമില്ല, അപ്പോൾ 0. 1-0 കണ്ടീഷനിൽ 1-0 ദിസ് ഈസ് ഓപ്പൺ, ദിസ് ഈസ് ക്ലോസ്ഡ്. സോ വി ഔട്ട് വിൽ ബി 0 ആയിരിക്കും, കാരണം ഈ പ്ലസ് 5 ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് പാത്തില്ല. ക്ലിയർ? ദെൻ 1-1 കണ്ടീഷനിലോ 1-1 കണ്ടീഷനിൽ ഇത് രണ്ടും ഓപ്പൺ ആയിരിക്കും. So plus 5 ഡയറക്റ്റ് പാത്തൊന്നുമില്ല, 0. That means y is equal to a bar b bar, that is simply a or b the whole bar. That means this is a OR gate. This circuit implies no. Clear? Clear ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ? ചിലപ്പോഴേക്കും ഇങ്ങനെയായിരിക്കും ചോദിക്കുക, മോസ് ടെക്നോളജി വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് പി മോസ് എപ്പോഴാണ് ഓപ്പൺ സ്വിച്ച് ആകുക, ക്ലോസ്ഡ് സ്വിച്ച് ആകുക, NMOS എപ്പോഴാണ് ഓപ്പൺ സ്വിച്ച് ആവുക, ക്ലോസ്ഡ് സ്വിച്ച് ആവുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വൺസ് അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സർക്യൂട്ട് വേണമെങ്കിലും ഈസിലി റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ദർ വിൽ ബി അനദർ സർക്യൂട്ട്. Hope you clear this idea. Plus VCC is there. This is the circuit. Okay. This circuit ആണ് ഇംപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. Zero വരുമ്പോൾ what happened? 0 this will be open, this will be open, so V out will be 0, definitely 0. 1 വരുമ്പോൾ 0 this will be open, this will be closed, at that time also 0. 1 വരുമ്പോൾ this will be closed, this will be open, at that time also 0. Then 1 വരുമ്പോൾ this will be closed, this will be closed, this will be closed. So whatever the VCC that will be reached here, 1 വരുമ്പോൾ this will be open, this will be open, so this plus 5 voltage will be here. Simply Shannon gate. Clear? So ഇതുപോലെ ഏത് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും.
ഏത് ഗേറ്റ് ആണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇതുപോലെ ഏത് സർക്യൂട്ട് വേണമെങ്കിലും റിയലൈസ് ചെയ്യാം. ട്രാൻസിസ്റ്ററും ഡയോഡും അതിൻ്റെ കോമ്പിനേഷനും, അല്ലെങ്കിൽ എൻമോസും പിമോസും അതിൻ്റെ കോമ്പിനേഷനും വെച്ചിട്ട് നമുക്ക് ഏത് സർക്യൂട്ട് വേണമെങ്കിൽ റിയലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഐഡിയ ക്ലിയർ ആയി നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാം. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.